ഉത്തര കേരളത്തിലെ തെയ്യം ഇന്ന് ലോകപ്രശസ്തമായ ഒരു അവതരണ രൂപമോ ആഖ്യാനമോ അനുഷ്ഠാനമോ ആണ്. തെയ്യം കേവലമായ ഒരു ആചാരമോ കേവലമായ ഒരു അനുഷ്ഠാനമോ കേവലമായ ഒരു വിശ്വാസമോ കേവലമായ ഒരു ഭക്തിയോ അല്ല തെയ്യം. ഉത്തര മലബാറിൻ്റെ ജനങ്ങളുടെ ജീവിതത്തിൽ അത് ജാതി മത വർഗ ലിംഗ ഭേദമന്യേ ജനജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു അത് ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരിക്കുന്ന ഒന്നാണത്. അതിൻ്റെ ചരിത്രവും അതിൻ്റെ ജീവിതവും അതിൻ്റെ സംസ്കാരവും അതിൻ്റെ വളർച്ചയുമൊക്കെ അങ്ങനെയാണ്. ഒരുപക്ഷെ ഇന്ന് അതിനെ കേവല രൂപത്തിൽ അതിനെ നോക്കിക്കാണുമ്പോൾ അത് ഭക്തിയുടെയോ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അത്തരത്തിലുള്ള പരിമിതികൾക്കുള്ളിലേക്ക് അത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് തെയ്യം ഉത്തര മലബാറിൻ്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ജനങ്ങളുടെ ജീവിതത്തെ ഏതൊക്കെ പ്രകാരങ്ങളിലാണ് അത് സമന്വയിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി എങ്ങനെയൊക്കെയാണ് ഇത് ചേർന്ന് പോകുന്നത്, ലയിച്ചു പോകുന്നത് എന്നുള്ളത് അതിൻ്റെ ചരിത്രവും അതിൻ്റെ വർത്തമാനവും അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുപരമായ അതിൻ്റെ ജീവിതവുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യ ജീവിതത്തിൻ്റെ നിർണായക സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും സന്ധികളിലുമെല്ലാം മനുഷ്യർ കൂട്ടുവിളിക്കുന്നത് അവന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഉത്തര മലബാറിലെ നാട്ടുമനുഷ്യർ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ കൂട്ടുവിളിക്കുന്നത് തെയ്യങ്ങളെയാണ്. തെയ്യമെന്ന് പറയുന്നത് മാറി വരുന്ന കാലത്തിനനുസരിച്ച്, ഋതുഭേദങ്ങൾക്കനുസരിച്ച്, കാലഗണനയ്ക്കനുസരിച്ച് ഭൂമിയും പരിസരവും അതിൻ്റെ കാർഷിക സാമൂഹിക ജീവിതവും ഒക്കെ മാറി വരും. കാരണം നമുക്ക് ഒരു 10-35-40 വർഷം മുമ്പ് വരെ നമ്മൾ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഈ 2 കൃഷിക്കാലങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതിലൊന്ന് തുലാമഴയിൽ, ഉത്തര മലബാറിലുള്ളത് തിലാവപ്പത്ത്, അതേപോലെ തന്നെ മേടപ്പത്ത്. നമുക്ക് സൂര്യൻ്റെ സഞ്ചാരക്രമം അയനക്രമവുമായി ബന്ധപ്പെട്ട് 2 വിഷുക്കാലങ്ങളാണ് നമുക്കുള്ളത്. അതിലൊന്ന് തുലാവിഷുവും മറ്റൊന്ന് മേടവിഷുവുമാണ്. ഈ തുലാവിഷുവും തുലാമാസവും മേടമാസവും ഉത്തര മലബാറിലെ ജനങ്ങളുടെ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട് അത്രയധികം പ്രത്യേകതകളും സവിശേഷതകളുമുള്ള 2 സൂര്യൻ്റെ അയനക്രമത്തിനനുസരിച്ചുള്ള 2 ഋതുഭേദങ്ങളാണ്. മനുഷ്യർ അതിൻ്റെ ഒരു പെർക്കിത്തീനി സമൂഹങ്ങളിൽ നിന്നും മാറി നിന്ന് മനുഷ്യൻ സമൂഹമായിട്ടും കൂട്ടമായും സംസ്കാരമായിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങുന്ന കാലത്ത് പ്രകൃതിയോടും പ്രകൃതിയിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളോടുമൊക്കെ മനുഷ്യർ സമന്വയിച്ച് അങ്ങനെയാണ് തെയ്യത്തിൻ്റെ ഇതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ വളരെ കൃത്യമായിട്ടൊന്നും അത് പറയാനൊന്നും പറ്റില്ല. എങ്കിലും അങ്ങനെ സമൂഹമായി സംസ്കാരമായി കൃഷി അടിസ്ഥാനമാക്കിയുള്ള ജീവിതക്രമത്തിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ആരാധനകളൊക്കെ രൂപപ്പെടുന്നത്. തുലാമാസത്തിൽ തുലാം 10 കൂടി വരുന്ന തെയ്യങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതേറിയ കൂറും കൃഷി അടിസ്ഥാനമാക്കിയിട്ടുള്ള തെയ്യങ്ങളായിരിക്കും. ഇപ്പോൾ തുലാം 1 ഇറങ്ങുന്ന കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്ത് തിമിരി എന്ന് പറയുന്ന സ്ഥലത്ത് തിമിരി കണ്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ ആർക്കും ഈ കാഴ്ച എല്ലാ വർഷവും തുലാം 1 തിമിരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുവത്തൂർ തിമിരി വലിയ വളപ്പിൽ ചാമുണ്ടി എന്ന് പറയുന്ന പുലയ സമുദായക്കാരുടെ പുലയരുടെ കുലപരദേവതയായിരിക്കുന്ന പുലയരുടെ ചെമ്മാടൻ അമ്പുവേട്ടൻ എന്ന് പറയുന്ന പുലയക്കാർന്നവരാണ് ഈ തെയ്യത്തെ കെട്ടിയാടുന്നത്. അത് തലക്കാവിൽ നിന്നോ മംഗലാപുരത്ത് നിന്നോ സഞ്ചരിച്ച് വന്ന് തിമിരിയിലെ വലിയ പൂവമ്മരം, തെയ്യത്തിൻ്റെ ചില പ്രത്യേക മരങ്ങൾ, വിശുദ്ധ വൃക്ഷങ്ങൾ ആധാരമായിട്ടാണ് തെയ്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ തിമിരി കണ്ടത്തിലെ വലിയ പൂവമ്മരത്തിൽ ഈ അമ്മ വരികയും അവിടെ ഉണ്ടായിരുന്ന ചിയേയൻ വെള്ളച്ചി എന്ന് പറയുന്ന പുലയ മാതാവിൻ്റെ അമ്മയുടെ പ്രാർത്ഥന പ്രകാരം അവരുടെ കുലദേവതയായി മാറിയെന്നും അങ്ങനെ ആ കാലത്ത് കണ്ടത്തിൽ പണിയെടുത്തിരുന്ന പുലയരുടെ ജീവിതത്തിൻ്റെ അവർക്ക് താങ്ങും തണലുമൊക്കെയായി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അമ്മയാണ് വലിയ വളപ്പിൽ ചാമുണ്ടി. ഈ തെയ്യത്തിൻ്റെ പ്രത്യേകത, ഈ തെയ്യം മുടിയൊക്കെ വെച്ച് വേഷമൊക്കെ അണിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു മുറത്തിൽ നെൽവിത്തുമായി താഴെയുള്ള കണ്ടത്തിലേക്ക് നടന്നു പോയി മുട്ടോളം വെള്ളത്തിൽ ചെളിയിലിറങ്ങി നിന്ന് ആ പാടത്ത് വിതക്കുന്ന ഒരു
വിത്തെറിഞ്ഞ് ഒരു സമൃദ്ധിയെ, ഒരു കാലത്തെ വരവേൽക്കുന്ന മനോഹരം എന്നല്ല പറയേണ്ടത്, മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ സംസ്കാരത്തിലേക്കും ചരിത്രത്തിലേക്കും അവരുടെ തന്നെ ചരിത്രത്തെ ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യർ നിലനിർത്തുന്നത് എന്നുകൂടിയുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ഈ തെയ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ വർഷവും തുലാം 1-നാണ് ഈ തെയ്യം, വലിയ വിളപ്പിൽ ചാമുണ്ട് എന്ന് പറയുന്ന ഈ തെയ്യം. ഇപ്പോൾ ഇത് 2 ആഴ്ച മുമ്പ് ഈ തെയ്യം നടന്ന് കഴിഞ്ഞു. തുലാം 1-നോടുകൂടി തെയ്യക്കാവുകളൊക്കെ സജീവമാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് തുലാ 10 എന്ന് പറയുന്നതിന് ഒരു സവിശേഷമായ ആ ഒരു പ്രത്യേക നിശ്ചിത തീയതി പറയുന്നതിന് കാരണം അത് ചെറുക്കൽ തമ്പുരാൻ്റെയും അള്ളടത്തെ തമ്പുരാൻ്റെയും ഒക്കെ തട്ടകത്തിൽ കളിയാട്ടം നടക്കുന്നത്, ഒരു തമ്പുരാൻ കാലത്തിൻ്റെ തമ്പുരാക്കന്മാരുടെ അടുത്ത് നടക്കുന്നത് കൊണ്ടുകൂടിയാണ് തുലാ 10 എന്ന് പറയുന്നൊരു, ഇപ്പോൾ നീലേശ്വരത്താണെങ്കിലും വളപട്ടണത്താണെങ്കിലും ഇത്തരത്തിലുള്ള തുലാ 10 വളരെ സവിശേഷമായ കളിയാട്ട തുടങ്ങുന്ന ഒരു കാലമായി കണക്കാക്കുന്നത്. അത് ചെറുക്കൽ കോവിലകത്തെയും നീലേശ്വരം കോവിലകത്തെയും തമ്പുരാൻ്റെ തട്ടകത്ത് നടക്കുന്ന കളിയാട്ടമായതുകൊണ്ടാണ്. അതിനു മുമ്പ് തുലാം 7-ാം തീയതിയും 8-ാം തീയതിയും തുലാം 10-ന് മുൻപ് തന്നെ കളിയാട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തുലാ 10-ന് വരുന്ന തെയ്യങ്ങളുടെ ഒരു പ്രത്യേകത അത് കൃഷിയുമായും മനുഷ്യരുടെ കാർഷിക ജീവിതവുമായും ഒക്കെ ബന്ധമുള്ള തെയ്യങ്ങൾ. കൂടുതലും പുലയ സമുദായക്കാരുടെ പുലയരായിരുന്നുവല്ലോ ഈ കൃഷിയുടെയും കാർഷിക ജീവിതത്തിൻ്റെയും ഈ ഭൂമിയുടെയൊക്കെ അവകാശികൾ ഒരു കാലത്ത് പുലയരായിരുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ കൃഷിയിൽ നിന്നും അവരുടെ സംസ്കാരത്തിൽ നിന്നുമൊക്കെ നമ്മൾ ആട്ടിപ്പായിച്ച് മറ്റൊരു ജനവിഭാഗം അതിൻ്റെ മേൽക്കൈ നേടുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഇത്തരം തെയ്യങ്ങളൊക്കെ വീണ്ടും സംഭവിക്കുന്നത്. കണ്ടത്തിൻ്റെയും കായലിൻ്റെയും പുഴയുടെയും മീനുകളുടെയും ഒക്കെ കാവക്കാരായിരിക്കുന്ന തെയ്യങ്ങളാണ് തുലാം മാസത്തിൽ വരുന്നത്. മറ്റൊരു തെയ്യമാണ് കാലിച്ചേകവൻ എന്ന് പറയുന്നത്. ഈ കാലിച്ചേകവൻ കണ്ടത്തിൻ്റെയും കാലികളുടെയും കാവൽക്കാരനാണ്. കാഞ്ഞിര മരത്തിൽ കുടികൊള്ളുന്ന കാലിച്ചേകവൻ എന്ന തെയ്യം. ഈ കാലിച്ചേകവൻ നാടുതോറും സഞ്ചരിക്കുകയും തൻ്റെ പാടവും കൃഷിയും കന്നുകാലികളെയൊക്കെ കാലിച്ചാനൂട്ട് എന്ന് പറയുന്ന ഒരു വളരെ സവിശേഷമായ കാലിച്ചാൻ പൊതി, കാഞ്ഞിരപ്പൊതി, ഇങ്ങനെ കാലിച്ചാനുമായി ബന്ധപ്പെട്ട് കാലിച്ചാൻ അടുക്കം എന്ന് പറയുന്നൊരു സ്ഥലം കാസർഗോഡുണ്ട്. കാഞ്ഞിരം എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒരു വൃക്ഷമാണ്. അത് തെയ്യത്തിനായാലും നമ്മുടെ പാരിസ്ഥിതിക ഘടനയിലാണെങ്കിലും ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്ന വിഷാംശങ്ങളെ മുഴുവൻ അത് ആഹരിച്ച്, അങ്ങനെയാണ് മറ്റുള്ളവരുടെ എല്ലാ വിഷവും ആഹരിച്ച് സ്വയം വിഷപ്പെട്ടാണ് കാഞ്ഞിരം ഇത്രയേറെ കഴിച്ചു പോകുന്നത്. ആ കാഞ്ഞിരത്തിനകത്താണ് ഈ കാലിച്ചേകവൻ ഇരിക്കുന്നത്. ആ കാഞ്ഞിരപ്പതിയിലാണ് പുലയർ അവരുടെ ഒരു വലിയ ജീവിതത്തെ, സംസ്കാരത്തെ, ചരിത്രത്തെ രൂപപ്പെടുത്തി ഒരു അനുഷ്ഠാന ക്രമമാക്കി വികസിപ്പിച്ച് അത് നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ച് ചരിത്രത്തെ എങ്ങനെയാണ് നമ്മൾ പുലർന്നത് എന്നുള്ള ഈ തെയ്യങ്ങളെന്ന് പറയുന്നത് കേവലം ഒരു കാഴ്ചയോ ഒരു സൗന്ദര്യാനുഭൂതി എന്നതിനും അപ്പുറത്തേക്ക് ഒരു കാലത്ത് മനുഷ്യർ താണ്ടിയ കഠിന കാലങ്ങളും കഠിന ദൂരങ്ങളും മുഴുവൻ ഈ തെയ്യത്തിൻ്റെ രൂപങ്ങളിലും അതിൻ്റെ പറച്ചിലുകളിലും അതിൻ്റെ യാത്രകളിലും അതിൻ്റെ മൊഴികളിലും അതിൻ്റെ അനുഷ്ഠാനങ്ങളിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ്. പുലയരുടെ പതികൾ മുഴുവൻ വയലുമായും കൃഷിയുമായും അങ്ങനെയുള്ള തെയ്യങ്ങളാണ് തുലാപ്പത്തിന് വരുന്ന പ്രധാനപ്പെട്ട തെയ്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ തുലാപ്പത്തിന് വരുന്ന മറ്റൊരു തെയ്യം എന്ന് പറയുന്നത് പോത്തുകുണ്ട് തൃപ്പണ്ടാറമ്മ കോട്ടത്തിനകത്തുള്ള മുതല തെയ്യമാണ്. അത് ആദിതോയോടൻ എന്ന് പറയുന്ന മാവില മൂപ്പൻ, അദ്ദേഹത്തിന് പയ്യാവൂര് പോത്തുകുണ്ടിനടുത്ത് പയ്യാവൂരിനടുത്തുള്ള പോത്തുകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തെയ്യം നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓയോടനെ അദ്ദേഹത്തിൻ്റെ ആരാധനാ സ്ഥലത്തേക്ക് കടക്കാൻ ഒരു വർഷകാലത്ത് കടക്കാൻ പറ്റുന്നില്ല. കാരണം കരകവിഞ്ഞൊഴുകുന്ന പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്താൻ പറ്റാതെ പോയ മാവില മൂപ്പനെ ഒരു മുതല കരയിലേക്ക് കയറി വരികയാണ്. എൻ്റെ പുറത്ത് കയറിയിരുന്നോളൂ, നിന്നെ ഞാൻ അക്കരെ കടത്താമെന്ന് പറയുകയും അങ്ങനെ ഈ മുതലപ്പുറത്ത് ഈ മാവിലാൻ മൂപ്പൻ മുതലപ്പുറത്ത് കയറിയിരിക്കുകയും അങ്ങനെ ഈ മുതല അയാളുടെ തൊട്ടപ്പുറത്തെ കാവിലെത്തിക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ മുതല പറയുന്നതിന് ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. അങ്ങനെയാണ് മുതലയെ തെയ്യമായി ആരാധിക്കുകയും ഇപ്പോഴും തൃപ്പണ്ടാരമ്മ കോട്ടത്ത് പോത്തുകുണ്ടിലെ ഈ തുലാപ്പത്തിന് വന്നു കഴിഞ്ഞാൽ
അവിടെ നമുക്ക് ഈ മാവിലൻ ഭാസ്കരേട്ടൻ കഴിഞ്ഞ 2 വർഷം മുൻപ് ഈ തെയ്യം കെട്ടുന്നത് വളരെ സവിശേഷമായ തെയ്യമാണ്. നിലത്ത് കമിഴ്ന്ന് കിടന്നുകൊണ്ട് വരികയും നിലത്ത് കിടന്ന് ഒരു മുതലയെ പോലെ തന്നെ ജനങ്ങളെ കാണുകയും ജനങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതിൻ്റെ മുടിയിലൊക്കെ പാമ്പിൻ്റെയും ആമയുടെയും ഒക്കെ ഉരക ജീവികളുടെയൊക്കെ ചിത്രങ്ങൾ എഴുതിയിട്ടുള്ള പാളയൊക്കെ തലയിൽ വെച്ച് കവുങ്ങിൻ്റെ ഒലിയൊക്കെ ഉടുത്ത് നിലത്ത് കിടന്ന് വരുന്ന മുതലത്തെയ്യം പത്താമുദയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം ഇത്തരത്തിലുള്ള തെയ്യങ്ങളെ ഉണ്ടാക്കുമ്പോൾ മറ്റെല്ലാ ദൈവങ്ങളെയും നിഷേധിക്കപ്പെട്ട ഒരു അടിമവർഗം അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവരുടെ ഒരു സംസ്കാരത്തെ, ഇതെന്തുകൊണ്ടാണ് മറ്റാരും അവരുടെ ചരിത്രം അല്ലെങ്കിൽ ഞങ്ങളുടെ ചരിത്രം വേറെ ആരും പറയാതിരിക്കുമ്പോൾ അത് ഞങ്ങൾ തന്നെയാണ് ഇത് പറയേണ്ടതെന്നും ഇതെന്നേക്കുമായിട്ട് നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിനെ ചരിത്രപരമായി സമീപിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിനെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. ഇതേപോലെ ഒരു തെയ്യം നമ്മുടെ കാസർഗോഡ് തായന്നൂർ പനങ്ങാട്ടുകാവിലെ കങ്കാളൻ തെയ്യം എന്ന് പറയുന്ന ഒരു തെയ്യമുണ്ട്. ഇതേപോലെ മാവിലർക്ക് കാട്ടിൽ നിന്ന് കണ്ടു കിട്ടിയ ഒരു തെയ്യമാണ് കങ്കാളൻ തെയ്യം. ഈ കങ്കാളൻ തെയ്യം അത് ഫെബ്രുവരി മാസത്തിലാണ് ഈ തെയ്യം നടത്തുക. തുലാ 10ൻ്റെ തെയ്യമല്ല. മാവിലരുടെ ജീവിതത്തിലേക്ക് കാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു മൂർത്തിയാണ് കങ്കാളൻ തെയ്യമായിട്ട് മാറുന്നത്. മാവിലരുടെ തന്നെ മറ്റൊരു തെയ്യമാണ് നമ്മുടെ തെയ്യോട്ടുകാവിനകത്ത് നടക്കുന്ന മുതലാൾ തെയ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രത്യേക തരത്തിലുള്ള ജീവിതം ജീവിക്കേണ്ടി വന്ന ഒരു അടിമവർഗമോ മുഖ്യധാരയിൽ നിന്നും നമ്മളെല്ലാ തരത്തിലും ആട്ടിയോടിക്കപ്പെട്ട ഒരു 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 ജീവിതം, വളരെ മഹത്തായ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഉടമകളായിരുന്നവർ അവരുടെ പൂർവ്വകാല ചരിത്രത്തെ ഈ മണ്ണിൽ സ്ഥാപിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്.